ഫ്രാൻസിസ് ഡൊമിനിക്ക് ഒരു അന്വേഷണം. എന്റെ പേര് ജസീന്ത. ഞങ്ങൾ ഉള്ളൂർ ഗ്രാമത്തിൽ ഒരുപാട് നാളായി താമസിക്കുന്നു. ചെറുപ്പം മുതലേ ഈ ഗ്രാമത്തിൽ എത്രയും കുറഞ്ഞ കുറ്റകൃത്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം ഉണ്ടായ സംഭവങ്ങൾ ഞങ്ങളെ മുഴുവൻ ഞെട്ടിച്ചു. ഒരു രാത്രിയിലായിരുന്നു പൊയ്ക്കലത്തെ കാവിനടുത്ത് ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രമ്യ എന്നാണവളുടെ പേര്. ഗ്രാമത്തിലെ കോളേജിൽ അധ്യാപികയായിരുന്ന അവൾക്ക് എവിടെയെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നെന്ന് ആരും വിശ്വസിച്ചില്ല. രാവിലെ തന്നെ പോലീസ് വന്നു. പുതിയ സബ് ഇൻസ്പെക്ടറാണ് അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടത്. ഫ്രാൻസിസ് ഡൊമിനിക്ക് സൗഹൃദ സ്വഭാവമുള്ള ആൾ, പക്ഷേ കർക്കശക്കാരനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ചോദിച്ച ആദ്യ ചോദ്യം എല്ലാവരെയും ഞെട്ടിച്ചു. രമ്യ ടീച്ചറെ വൈകിട്ട് 7-ന് ശേഷം കണ്ടത് ആരാണ്? ഞങ്ങൾ പലരും തലകുനിച്ചു. എല്ലാവരും തന്നെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സത്യം അത്രയൊന്നും ലളിതമല്ലായിരുന്നു. ഫ്രാൻസിസ് സാർ പ്രതിയെ കണ്ടെത്താൻ ആളുകളോട് സൗമ്യമായി ചോദിച്ചു. ഭവേ കാഴ്ചകളും ഫോണിലെ കോളും ചാറ്റുകളും പരിശോധിച്ചു. കുറച്ച് ദിവസത്തിനകം ചില കാര്യങ്ങൾ മനസ്സിലായി. രമ്യ ടീച്ചർ ഒരാളുമായി ഫോണിലൂടെ സംസാരിച്ചിരുന്നു. ഗ്രാമത്തിൽ തന്നെ താമസിക്കുന്ന ജോണി ചേട്ടൻ. ജോണി ചേട്ടൻ എപ്പോഴും ചിരിച്ചു നടക്കുന്ന, ആളുകളെ സഹായിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഫോൺ റെക്കോർഡുകൾ നോക്കിയപ്പോൾ രമ്യ ടീച്ചറയാൾ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫ്രാൻസിസ് സാർ കണ്ടെത്തി. അവളെ ഇല്ലാതാക്കിയാലേ എനിക്ക് സമാധാനം കിട്ടൂ, ഈ വാക്കുകൾ ഇയാളുടെ ഒരു വോയിസ് മെസ്സേജിലുണ്ടായിരുന്നു. അയാൾ ആദ്യം എല്ലാം നിഷേധിച്ചു. പക്ഷേ ഫ്രാൻസിസ് സാറിന്റെ ക്ഷമയും തന്ത്രങ്ങളുമാണ് കള്ളത്തരം പൊളിച്ചത്. രണ്ടാമത്തെ ചോദ്യം ചെയ്യലിനിടയിൽ അയാൾ സത്യം തുറന്നു പറഞ്ഞു. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല, ഞാനവളെ വെറുമൊരു സംസാരത്തിനായി വിളിച്ചിരുന്നു. ഞങ്ങൾക്കിടയിൽ നല്ലൊരു സ്നേഹബന്ധമായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷേ അവൾ തെറ്റിദ്ധരിച്ചു. എന്നെ അവഗണിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും കോപവും വന്നു. ഞങ്ങൾ നിന്ന കുന്നിൻ ചെരുവിൽ നിന്ന് പെട്ടെന്നൊരു ദേഷ്യം വന്നപ്പോൾ അവളെ തള്ളിയതാണ് ഞാൻ. ഇല്ലാതാക്കണമെന്നു വിചാരിച്ചതല്ല, പക്ഷേ അതിന്റെ ഫലം ദാരുണമായിരുന്നു. അവസാനമായി ഫ്രാൻസിസ് സാർ എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്നു പറഞ്ഞു. കുറ്റവാളിയെ പിടിച്ചു. പക്ഷേ ഇനി ഓരോരുത്തരും നമ്മളോടും സഹജീവികളോടും പരസ്പരം ആദരവോടെ പെരുമാറണം. ഫ്രാൻസിസ് ഡൊമിനിക്ക്. ഗ്രാമം ഒരിക്കലും മറക്കില്ല ആ പേരും ആ മനുഷ്യനും. ഒരു യഥാർത്ഥ അന്വേഷകൻ, വ്യക്തതയും കരുണയും ഉള്ളവർക്ക് മാത്രം കഴിയുന്ന രീതി.